ഹലോ. ഇപ്പോൾ മാങ്ങയുടെ സീസണൊക്കെ അല്ലേ, എവിടെ നോക്കിയാലും ഇപ്പോൾ നിറയെ മാങ്ങകളാണല്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു മാങ്ങ കൊണ്ടൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇതിനായിട്ട് 2 മാങ്ങ എടുത്ത് അതിലെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ഈ തൊലി കളഞ്ഞ ഈ മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ കഷ്ണങ്ങളൊക്കെ ഒരു ജാറിലിട്ട് നന്നായി അരച്ച് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഈ അരച്ച് കൊണ്ടുവന്ന ഈ മാങ്ങ ഒരു പാത്രത്തിൻ്റെ ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കയ്പങ്ങയാണ്. അപ്പോൾ കയ്പങ്ങ നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. എനിക്ക് കയ്പങ്ങ വലിയ ഇഷ്ടമൊന്നുമില്ല, കയ്പങ്ങ വെച്ച കൂട്ടാനൊന്നും ഞാൻ തിന്നലില്ല. പക്ഷേ ഈ ചമ്മന്തി ഉണ്ടാക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. അപ്പോൾ ഈ കയ്പങ്ങയും പച്ചമുളകും ഒരു ജാറിലിട്ട് നന്നായി അരച്ച് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഈ അരച്ച് കൊണ്ടുവന്ന് മിക്സിക്ക് തന്നെ നമ്മൾ തേങ്ങയും ഇട്ടിട്ടുണ്ട്. അപ്പോൾ തേങ്ങയും നമ്മൾ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായത് കറിവേപ്പിൻ്റെ ഇലയാണ്. അപ്പോൾ നമ്മൾ ഒരു ചട്ടി എടുത്തുകൊണ്ട് നമ്മൾ എണ്ണ പാർന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ലേശം കടുക് ഇടുക. പിന്നെ നമ്മൾ ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും ഇടുക. കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് കയ്പങ്ങ ഇട്ടുകൊണ്ട് കയ്പങ്ങയുടെ ഒരു ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേന് നമ്മൾ ഉപ്പ് ഇട്ടുകൊണ്ട് നന്നായി ഇളക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് മാങ്ങ ഇട്ടുകൊണ്ട് മാങ്ങയും നന്നായി ഇളക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് തേങ്ങയും ഇട്ടുകൊണ്ട് തേങ്ങയും നന്നായി ഇളക്കി ഇതാക്കുക. ഒരു 2 മിനിറ്റൊക്കെ ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.